അവൾ എന്നും മെസ്സേജ് ആക്കുമ്പോഴും അവന് സീൻ ചെയ്യാറൊന്നുമില്ല. അവനക്ക് എപ്പോഴാണ് ഒഴിവ് അപ്പം നോക്കും, മെസ്സേജിക്ക് റീപ്ലൈ കൊടുക്കും. അവളാണെങ്കിലോ ഏത് നേരം അവനക്ക് മെസ്സേജ് ആക്കിക്കൊണ്ടേയിരിക്കും. ഇവൻ്റെ സുഹൃത്തുക്കളോട് കളിച്ചും ചിരിച്ചും അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടിയാൽ മാത്രം അവന് റീപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും റീപ്ലൈ ആഴ്ചകളിൽ ഒരു വട്ടമായി, മാസങ്ങളിൽ ഒരു തവണയായി. റീപ്ലൈ കൊടുത്ത് എന്നായി. അവൻ്റെ ഒരു റീപ്ലൈ കിട്ടിയ അവൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. എന്നാലും ഇന്നല്ലെങ്കിൽ നാളെ റീപ്ലൈ കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി അവൾ മെസ്സേജ് ആക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പെട്ടെന്നൊരു ദിവസം അവളുടെ മെസ്സേജ് നിലച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ടും മെസ്സേജ് ഒന്നും കാണാണ്ടായപ്പോൾ അവന് അവളയച്ച അവസാന മെസ്സേജുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. എടാ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാടാ, എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട്, എനിക്കൊന്ന് കാണാൻ തോന്നുന്നുണ്ടടാ, ഒന്ന് ഇവിടം വരെ ഒന്ന് വരുമോ എന്നായിരുന്നു അവസാനത്തെ ആ മെസ്സേജ്. ഓടിക്കിതച്ച് അവന് ഹോസ്പിറ്റലിലെത്തിയപ്പോത്തിന് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം മൂടിക്കിടക്കുന്ന അവളെ കണ്ട് അവൻ ആർത്തട്ടഹസിച്ച് അവിടെ ഇരുന്നു പോയി, ഒരു ഭ്രാന്തനെ പോലെ.